ഈ കുട്ടി അങ്ങോട്ടാ പോകുന്നത്? എന്തോ ഒരു പന്തികേടുണ്ടല്ലോ. ഒന്ന് പോയി നോക്കാം. അവളെ പോക്കണ്ടില്ല, അത്ര ശരിയില്ലല്ലോ. ഒന്ന് അവളെ ഫോളോ ചെയ്യുന്നത് നന്നാവും. നീ ആ ചേച്ചി പോകുന്നുണ്ടല്ലേ? എന്തിനാ പാറിൻ്റെ ഉള്ളിൽ പോകുന്നത്? നമ്മളൊന്ന് പോയി നോക്കാം. നീയാ അതൊക്കെ ആ ചേച്ചി അങ്ങോട്ടാ പോകുന്നത്? പാറൻ്റെ അപ്പുറത്തേക്കാണല്ലോ പോകുന്നത്. നീയാ ഒന്ന് പോയി നോക്കാം. ഇവിടെ ഇരിക്കുമൊന്നു അവിടെ ഇരിക്കുന്നേ അവിടെ ഇരിക്കൂലേ? കുട്ടി ഒന്നും കൂടുവാ. എന്താ അവിടെ തുമ്പത്ത് വന്നിക്കുന്നത്? ഒന്ന് കാല് തെറ്റിണ്ടാ താഴെ എത്തു. അത് ഒന്നുമില്ല. ഒന്നുമില്ലാണ്ടാണ് ഈ തുമ്പത്ത് വന്നിക്കുന്നത്? കുറെ നേരം ഞാൻ ശ്രദ്ധിക്കുന്നത് തന്നെ. ഒന്നുമില്ലാന്ന് ഞാൻ പറഞ്ഞില്ലേ. നിങ്ങൾ ആരാ? ഞാൻ ആരെങ്കിലും ആയിക്കോട്ടെ, കുട്ടി എന്തിനാ അവിടെ നിൽക്കുന്നത് എനിക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട്. പിന്നെ ഈ ജീവിതം അവസാനിപ്പിക്കുന്നേ ഒന്നിനൊരു പരിഹാരമില്ലാതെ ആദ്യം മനസ്സിലാക്കണം. ഞാൻ ജീവിതം അവസാനിപ്പിക്കാൻ വന്നാന്ന് നിങ്ങളോട് ആരാ പറഞ്ഞേ? അതാരും പറഞ്ഞേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് കണ്ടാൽ മനസ്സിലാവും. ഒരു അരമണിക്കൂർ നിന്നെ ഞാൻ ഫോളോ ചെയ്തു. ഞാൻ എൻ്റെ മോളെ അവിടെ ആക്കിയിട്ട് അങ്ങോട്ട് വന്നത്. നീ ഒന്നും കൂടെ വാ. നീ ഒന്നും കൂടെ വാ, കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഇങ്ങോട്ട് വാ. വാ, നമുക്ക് പേടി തന്നെ ഇവിടെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട്? ഇല്ല, വാ. നീ ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വരണ പറഞ്ഞത്. നീയാ നമുക്ക് ഇവിടെ ഇരിക്കുക. എന്താ എന്റെ പേര്? പേര് അഞ്ജു. നീ എന്തിനാ വന്ന അങ്ങോട്ട്? എനിക്ക് എന്റെ ജീവിതം അവസാനിപ്പിക്കണം. എവിടെയാ നിന്റെ വീട്? എവിടെയാ വീട്? കുറച്ച് ദൂരെയാ. ദൂരാന്ന് പറഞ്ഞ സ്ഥലല്ലേ? അത്തോളി. എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് പറയും? ജീവിതം മടുത്തിട്ടാ വന്നത്. നിങ്ങൾ എന്തിനാ ഞാൻ അതിൽ നിന്ന് പിന്തിരിപ്പിച്ച്? ഞാൻ നിങ്ങളോട് എന്ത് തെറ്റാ ചെയ്ത്? നിങ്ങൾ ആരാ? എന്താ നിന്റെ പ്രശ്നം? ഒന്ന് കേക്കട്ടെ. നിന്റെ പ്രശ്നം പറഞ്ഞാ തീരുന്നതല്ല. എടോ, തീരാത്ത പ്രശ്നങ്ങളില്ല, ഒന്ന് പറയ നീ. എനിക്കൊരു കുടുംബമുണ്ട്, കുട്ടികളുണ്ട്. ആർക്കും എന്നെ വേണ്ട. എല്ലാരും അവഗണിക്കാം. എല്ലാവരുടെ മുന്നിലും ഞാൻ അവഗണിക്കപ്പെടുക. എടോ, പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യന്മാരില്ല. ഈ പ്രശ്നങ്ങളെ അതിജീവിച്ച് ജീവിക്കുവാണ് ജീവിതത്തിന് ഒരു അർത്ഥം ഉണ്ടാകുന്നത്. അല്ലാതെ ഒരു നിമിഷം കൊണ്ട് ഈ ആത്മഹത്യ ചെയ്യാൻ പാടില്ല. പക്ഷെ എങ്ങനെ? എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് ഞാൻ നോക്കി. എന്താ നിന്റെ പ്രശ്നം? പറയാ. എവിടെ പോയി നിന്റെ ഭർത്താവ്? ഭർത്താവും കുട്ടികളൊക്കെ അവിടെ ഉണ്ട്. പക്ഷെ എന്റെ മക്കളെ പോലും നിന്ന് അകറ്റിയ ഭർത്താവ് കാണിക്കുന്നത്. ഞാൻ
ഞാൻ അത്രയ്ക്ക് സ്നേഹിക്കുന്ന എന്റെ 2 മക്കൾ, അവരെ പോലും ഇപ്പൊ എന്നെ വെറുക്കുക. എന്നെ അകറ്റുന്നല്ലോ. എനിക്ക് എൻ്റെ കാര്യം അറിയോ? ഇവളെ അമ്മ, എൻ്റെ ഭാര്യ, എന്നെ അവളെ വിട്ടു പോയതാ. അതിലും വലുതൊന്നല്ലല്ലോ. പറഞ്ഞാൽ തീരാത്ത പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. അവൾ ആത്മഹത്യ ചെയ്യാൻ വന്നിരിക്കുന്നു. ഇവളെ അമ്മ എവിടെ പോയി? ഇവളെ അമ്മയോ? ഇവളെ അമ്മേ ഇവക്ക് 6 മാസമുള്ളവരും പോയതാ. ഓക്ക് ഇഷ്ടമുള്ള ആളെ കൂടെ. എന്നിട്ട് ഞാൻ പോയി ആത്മഹത്യ ചെയ്തോ? 6 മാസമുള്ളപ്പോഴോ? അതാ പറഞ്ഞേ. അല്ലാണ്ടേ പോയി ആത്മഹത്യയല്ല, ജീവിച്ച് കാണിച്ചു കൊടുക്ക്. അല്ല, എന്തുകൊണ്ടാണ് എൻ്റെ മക്കൾ വരെ എന്നെ വെറുക്കാൻ കാരണം? അതിനെന്തായാലും കാരണം ഉണ്ടാവല്ലോ. പ്രത്യേകിച്ച് ഒരു കാരണവുമില്ല. എന്നെ എങ്ങനെയെങ്കിലും അടിച്ചമർത്തണം, അതാ അയാളെ ഉദ്ദേശം. അയാൾ ഡെയിലി കുടിച്ചു വന്ന് ഇല്ലാത്ത ഓരോ കഥകളൊക്കെ മക്കളോട് പറഞ്ഞു കൊടുത്ത് അതൊക്കെ വിശ്വസിച്ച മക്കള് പോലും ഇഞ്ഞപ്പോ ഇഷ്ടപ്പെടാത്തത്. ഞാൻ അറിയാതെ ഒരിക്കലും മക്കളെ മറന്ന് ഒന്നും ചെയ്തിട്ടില്ല. എടോ, അതൊക്കെ എല്ലാ വീട്ടിലുണ്ടാകുന്ന. അതൊക്കെ നമ്മൾ അതിനനുസരിച്ച് നിന്നാ മതി. അല്ലാണ്ട് ഇവിടെ വന്ന് ആത്മഹത്യ ചെയ്തിട്ട് എന്താ ആ മക്കാരുണ്ടോ? ഇനി അതൊക്കെ ഞാൻ ആലോചിക്കലുണ്ടോ? മക്കളെ കുറിച്ച് ഒരു നിമിഷം ഞാൻ മറന്നുപോയി. അവരും കൂടി വെറുത്തപ്പോ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. ഇപ്പൊ ഇവിടുന്ന് ആത്മഹത്യ ചെയ്ത് എന്റെ മക്കളെ ആരും നോക്കൂ? ഒരമ്മ നോക്കുന്നവർ ആരെങ്കിലും നോക്കുക മക്കളെ? അത് തന്നെ ഒന്ന് മനസ്സിലായിക്കൂടെ എനിക്ക്? നീ ഇവളെ കാര്യം തന്നെ നോക്ക്. 6 മാസമായാലും പോയിട്ടുണ്ട് പാല് കുടിക്കുന്ന പ്രായത്തില്. ഇതുവരെ ഞാൻ എങ്ങനെയാ നോക്കിയത് എനിക്കേ അറിയുള്ളൂ. പക്ഷെ ഒരമ്മ നോക്കുന്നവരാവൂല. അതൊന്ന് ചിന്തിച്ചോ കിട്ടോ. ഒരമ്മ ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ട് ഈ കുട്ടി എത്രത്തോളം അനുഭവിച്ചിട്ടുണ്ട് എനിക്കറിയോ? ഇതൊന്നും നോക്കാണ്ട് വന്ന ആത്മഹത്യ ഇതല്ല എന്നാ വിചാരം? ഇനിയെങ്കിലും പറഞ്ഞേക്കുന്ന മനസ്സിലാക്ക്. ആ മക്കളെ മുഖം തന്നെ ആലോചിച്ചു കിട്ടോ. ഞാൻ ചെല്ല് വീടത്തെ നോക്ക്. കുറെ നേരമായി ഉണ്ടാവല്ലോ അവിടെ വന്നിട്ട്. ഞാൻ പോകാൻ നോക്ക്. നീ വേണ്ടത്തെ കാര്യം ഒന്ന് ആലോചിക്കാൻ നിൽക്കണം കേട്ടോ. പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറി കിട്ടും. ഞാനേ വന്നിട്ട് കുറെ നേരമായി. മോൾക്ക് വിശക്കുന്നുണ്ടാവും. നീയും കുറെ നേരമായില്ലേ? ഞാൻ വീടത്തെ നോക്ക്. അല്ല ഞങ്ങൾ കൂടെ വരുന്നോ ചായ കുടിക്കേ? ഇല്ല, ഞാൻ ഓരോന്ന് ആലോചിച്ച് നിൽക്കാൻ. ഞാൻ പോകൂലേ? ഞാൻ പോയിക്കോളാം. ശരി. അല്ലേ വേണ്ട, നീ നടന്നോ ആദ്യം. പോയിക്കോ. വേണ്ട, പോയിക്കോ. എന്നിട്ടേ പോകുന്നുള്ളൂ. നിങ്ങൾ പോയിക്കോളേ. പോകൂലേ? പോവാ മിയ. ടാറ്റ കൊടുക്ക്. ടാറ്റാവേ. ഇതുപോലെ ഒരുപാട് പേർ ഇന്ന് ചില സാഹചര്യങ്ങളിലെ സമ്മർദ്ദം മൂലം ആത്മഹത്യാ വക്കിലെത്തുന്നുണ്ട്. എന്നാൽ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് പലരും മനസ്സിലാക്കുന്നില്ല. നമ്മളെ ആശ്രയിച്ച് ജീവിക്കുന്ന നമ്മുടെ മക്കൾ, നമുക്ക് ജന്മം തന്ന നമ്മുടെ മാതാപിതാക്കൾ, ഇവരൊക്കെ എത്രത്തോളം വേദനിക്കുമെന്നും നമ്മൾ ഇല്ലാതായാൽ നമ്മുടെ മക്കളുടെ അവസ്ഥയെക്കുറിച്ചും ചിന്തിക്കുക. വീട്ടുകാരെ കുറിച്ച് ചിന്തിക്കുക. നമുക്കിതുപോലെ പലതരത്തിലുള്ള പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ടി വരും. എന്നാൽ അതൊക്കെ തരണം ചെയ്ത് ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിനൊക്കെ ഒരു അർത്ഥമുണ്ടാകുന്നത്. പിന്നെ നമ്മൾ എന്ത് കാര്യം ചെയ്യുന്നതിന് മുൻപും ഒരുപാട് തവണ ചിന്തിക്കുക. അത് ചെയ്തു കഴിഞ്ഞാലുള്ള ഭവിഷ്യത്തുകളെ കുറിച്ച് ആലോചിക്കുക. അപ്പോൾ നമുക്കതിൽ നിന്നും പിന്തിരിയാൻ സാധിക്കും. ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ സൈനിങ് ഓഫ് മിനു സ്റ്റോക്സ്. താങ്ക് യു ഫോർ വാച്ചിങ്.